നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ആവേശം നമ്മളിങ്ങനെ അതിൻ്റെ പരകോടിയിൽ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ ആവേശം പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസ് ആരംഭിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്റ്റുകളാണ് പങ്കുവെക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേൾഡ് കപ്പിനുള്ള താരങ്ങളിൽ ഓൾഡസ്റ്റ് പ്ലെയർ ആരാണ്? എന്തായാലും അത് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല. 41 വയസ്സുണ്ട് ക്രിസ്ത്യാനോക്ക്. പക്ഷേ 43 വയസ്സും 162 ദിവസവും പ്രായമുള്ള ഒരാൾ ഈ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലുണ്ട്. മറ്റാരുമല്ല, സ്കോട്ട്ലൻഡിൻ്റെ ക്രൈഗ് ഗോർഡനാണ് ഈ വേൾഡ് കപ്പിലെ ഓൾഡസ്റ്റ് പ്ലെയർ. അപ്പോൾ ഈ വേൾഡ് കപ്പിലെ യങ്ങസ്റ്റ് പ്ലെയറോ? അത് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. മെക്സിക്കോയുടെ അത്ഭുത ബാലൻ ഗിൽബർട്ടോ മോറ. അവൻ്റെ പ്രായം 17 വയസ്സും 240 ദിവസവുമാണ്. സോ അതാണ് ഈ വേൾഡ് കപ്പിലെ യങ്ങസ്റ്റും അതുപോലെ ഓൾഡസ്റ്റുമായിട്ടുള്ള കളിക്കാരുടെ കണക്ക്. അപ്പോൾ 40 വയസ്സിന് മുകളിൽ ക്രിസ്ത്യാനോയും ഈ പറഞ്ഞ താരവും മാത്രമേ ഉള്ളൂ? അല്ല, 40 വയസ്സിന് മുകളിലുള്ള 7 താരങ്ങൾ ഈ വേൾഡ് കപ്പ് കളിക്കാനായിട്ട് എത്തുന്നുണ്ട്. വേൾഡ് കപ്പ് വിന്നേഴ്സായിട്ടുള്ള എത്ര താരങ്ങൾ, അതായത് നേരത്തെ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്, ഇനി അടുത്തൊരു വേൾഡ് കപ്പിന് കൂടി വരുന്നു, അങ്ങനെയുള്ള താരങ്ങൾ ആരൊക്കെയാണ്? ഇപ്പോൾ അർജൻറ്റീന ടീമിൽ കുറേ പേരുണ്ട്. 2018 വേൾഡ് കപ്പ് ജയിച്ച ടീമാണല്ലോ ഫ്രാൻസ്. അതിൽ കുറേ താരങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകെ 22 വേൾഡ് കപ്പ് വിന്നേഴ്സ് ഇതാ വീണ്ടും വേൾഡ് കപ്പ് വിജയിക്കാൻ വേണ്ടി വരുന്നു. അടുത്തത് 20 വയസ്സിന് താഴെയുള്ള എത്ര താരങ്ങൾ ഈ വേൾഡ് കപ്പ് കളിക്കാനുണ്ട്? 22 താരങ്ങളാണുള്ളത്. ഇനി ആകെ 449 വ്യത്യസ്ത ക്ലബ്ബുകളിൽ നിന്ന് ഈ വേൾഡ് കപ്പ് കളിക്കാൻ താരങ്ങൾ വരുന്നുണ്ട്. അത് 71 രാജ്യങ്ങളിൽ നിന്ന്, അതായത് 71 രാജ്യങ്ങളിലായുള്ള 449 ക്ലബ്ബുകളിൽ നിന്നാണ് ഈ വേൾഡ് കപ്പിനുള്ള താരങ്ങളെ ഓരോ ടീമുകളും സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, സ്വന്തം നാട്ടിൽ നടക്കുന്ന ലീഗിൽ കളിക്കാത്ത അല്ലെങ്കിൽ ലീഗിൽ കളിക്കുന്ന ഒരു താരവും ഇല്ലാതെ വരുന്ന കുറച്ച് ടീമുകളുണ്ട്. അത് കേപ്പ് വെർദെ, കോങ്കോ, ഐവറി കോസ്റ്റ്, കുറസാവോ, സെനഗൽ, ഉറുഗ്വായ്. ഈ ടീമുകൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം നാട്ടിൽ ലീഗ് കളിക്കുന്ന ഒറ്റ താരം പോലും അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡിലില്ല. ഇനി 357 താരങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വേൾഡ് കപ്പിലെങ്കിലും കളിച്ചിട്ടുള്ളവരാണ് ഈ വേൾഡ് കപ്പിന് വരുന്ന താരങ്ങളിൽ. ആദ്യമായിട്ട് വേൾഡ് കപ്പിന് വരുന്ന 891 താരങ്ങളുണ്ട്. അതായത് തങ്ങളുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഈ വേൾഡ് കപ്പിന് വരുന്ന ആദ്യമായി വരുന്ന 891 താരങ്ങൾ. അതേസമയം വേൾഡ് കപ്പിൽ ഡെബ്യൂ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന 925 താരങ്ങൾ, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിന് ഉണ്ടായിട്ടും കളിച്ചിട്ടില്ലാത്ത കളിക്കാരൊക്കെ ഉണ്ടാവും. അതും കൂടി ചേർത്തിട്ടാണ് ഫിഫ കൃത്യമായിട്ട് പറയുന്നു 925 പ്ലെയേഴ്സ് കുഡ് മേക്ക് ദെയർ ഫിഫ വേൾഡ് കപ്പ് ഡെബ്യൂ ഇൻ 2026. അതിലാരൊക്കെ ഡെബ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, 357 താരങ്ങൾ നേരത്തെ ഒരു വേൾഡ് കപ്പിലെങ്കിലും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളവരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഏറ്റവും അധികം താരങ്ങളുള്ള ക്ലബ്ബ് നമ്മൾ പറഞ്ഞു 449 ക്ലബ്ബുകളിൽ നിന്നാണ് ഈ താരങ്ങളൊക്കെ ഉള്ളതെന്ന്. ഏറ്റവും അധികം താരങ്ങളുള്ള ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. സിറ്റിയിൽ നിന്ന് 19 താരങ്ങൾ ഈ വേൾഡ് കപ്പ് കളിക്കാനായിട്ട് എത്തുന്നുണ്ട്. സോ വേൾഡ് കപ്പ് അതിൻ്റെ ആവേശം അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുമ്പോൾ ആരാധകരിന്ന് ഉറ്റുനോക്കുന്ന മറ്റൊരു കണക്ക്, ഏത് ലീഗിൽ നിന്നായിരിക്കും ഏറ്റവും അധികം താരങ്ങൾ ഈ വേൾഡ് കപ്പ് കളിക്കാനുണ്ടാവുക? യെസ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നാണ് ഏറ്റവും അധികം താരങ്ങൾ വേൾഡ് കപ്പ് കളിക്കാനെത്തുന്നത്. 200 താരങ്ങൾ, 200 ഡൊമസ്റ്റിക് ലീഗ് വിത്ത് മോസ്റ്റ് പ്ലെയേഴ്സ് എന്നുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്, ഇംഗ്ലണ്ടാണ്. അതേസമയം അവരുടെ ഡൊമസ്റ്റിക് ലീഗിൽ നിന്ന് തന്നെ ഏറ്റവും അധികം താരങ്ങളെയും കൊണ്ടുവരുന്ന, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 0 ഡൊമസ്റ്റിക് പ്ലെയേഴ്സുമായിട്ട് വരുന്ന രാജ്യങ്ങളുണ്ട്. എന്നാൽ സ്വന്തം ലീഗിൽ നിന്ന് തന്നെ ഏറ്റവും അധികം താരങ്ങളെയും കൊണ്ടുവരുന്ന ടീമുകൾ ഖത്തറും സൗദി അറേബ്യയുമാണ്. 26 അംഗ സ്ക്വാഡിൽ 25 പേരും അവിടെ തന്നെ അവരുടെ രാജ്യങ്ങളിൽ തന്നെ ലീഗ് കളിക്കുന്നവരാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഈ വേൾഡ് കപ്പിന് വരുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ടീം ഏതാണ്? യങ്ങസ്റ്റ് സ്ക്വാഡ് ബൈ ആവറേജ് ഏജ് അത് ഐവറി കോസ്റ്റാണ്. ഐവറി കോസ്റ്റിൻ്റെ താരങ്ങളുടെ ആവറേജ് പ്രായം 25.8 ആണ്. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ടീമോ? അത് പനാമയാണ്.
പനാമയുടെ സ്ക്വാഡിൻ്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 30.4 സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകളാണ് നമ്മൾ പങ്കുവച്ചത്. നമ്മൾ കാത്തിരിക്കുന്നു വേൾഡ് കപ്പിൽ പന്തുരുളാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളും ഫാക്റ്റുകളും വിശകലനങ്ങളും ഒക്കെ ആയിട്ട് ഈ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.